മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രാഹിമിനെയും ചീഫ് സെക്രട്ടറി M ജയതിലകനെയും രൂക്ഷമായി വിമർശിച്ച് വീണ്ടും N പ്രശാന്ത് IASന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. 3 സംശയങ്ങളാണ് പ്രശാന്ത് ഉന്നയിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധിയെ മുഖ്യമന്ത്രിക്ക് ഏപ്രിൽ 15 നൽകിയ 9 പേജുള്ള കത്തിൽ ഫോറം ഷോപ്പിംഗ് എന്ന് വിശേഷിപ്പിച്ചത് കോടതി ലക്ഷ്യമാണെന്നാണ് പ്രശാന്ത് ചൂണ്ടിക്കാണിക്കുന്നത്. കേരള ഹൈക്കോടതി ഒന്നേ ഉള്ളൂ, കേസ് കൊടുത്തവരല്ല. കേരള ഹൈക്കോടതി രജിസ്ട്രിയാണ് കേസുകൾ ജഡ്ജിമാർക്ക് അലോട്ട് ചെയ്യുന്നത്. 2018 ഫയൽ ചെയ്യപ്പെട്ട 7 വർഷം നീണ്ട കേസ്, 8 ജഡ്ജിമാർ പരിഗണിച്ച കേസ്. അപ്പോഴെങ്ങനെയാണ് ഇത് ഫോറം ഷോപ്പിംഗ് ആവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇഷ്ടപ്പെടാത്ത വിധി ഉണ്ടായപ്പോൾ വിധി പ്രസ്താവിച്ച ജഡ്ജിയെ അസഹിഷ്ണുതയോടെ അകാരണമായി ആക്ഷേപിക്കുന്നതായിട്ടാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നത്. ഇത് കോടതിയെ ലക്ഷ്യമല്ലേ? N പ്രശാന്ത് കുറിച്ചു. കേസിലെ പരാതിക്കാരൻ KM എബ്രാഹിമിന്റെ ശത്രുക്കളുമായി സംസാരിച്ചത് ഗുരുതര കുറ്റമായി ആരോപിക്കുന്നതിൽ കഴമ്പില്ലെന്നും പ്രശാന്ത് പറഞ്ഞു. കേസ് കൊടുക്കാൻ ധൈര്യപ്പെട്ട ആളെയും അയാളുമായി സംസാരിച്ചവരെയും ഗൂഢാലോചന കേസിൽ പിടികൂടണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് പിടികിട്ടുന്നില്ലെന്ന് അദ്ദേഹം കുറിച്ചു. എന്നാൽ ഡോക്ടർ ജയതിലകും ഗോപാലകൃഷ്ണനും മാതൃഭൂമി എഡിറ്റർ മനോജ് K ദാസും സർക്കാർ രേഖയിൽ കൃത്രിമം നടത്തി വ്യാജരേഖ ഉണ്ടാക്കി അതുപയോഗിച്ച് എനിക്കെതിരെ അപമാനകരമായ വാർത്ത സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയത് ക്രിമിനൽ കുറ്റമാണ്. കുറ്റകരമായ ഗൂഢാലോചന. തെളിവ് സഹിതം പരാതിപ്പെട്ടിട്ടും ഇതിൽ നടപടിയൊന്നും ഉണ്ടായില്ല എന്നതിന്റെ ലോജിക്കും പിടികിട്ടിയില്ല, പ്രശാന്ത് പറഞ്ഞു. മൂന്നാമതായി ഏപ്രിൽ 15 മുഖ്യമന്ത്രിക്ക് ഒപ്പിട്ട് നൽകിയ കത്തിൽ തന്റെ കൈവശം അനധികൃതമായി ചോർത്തിയ പരാതിക്കാരന്റെ ഫോൺ രേഖകൾ ഉണ്ടെന്ന വെളിപ്പെടുത്തൽ പ്രകാരം കേസെടുക്കേണ്ടതല്ലേ എന്നും പ്രശാന്ത് ചോദിച്ചു. KM എബ്രാഹിമിന്റെ വിശാലമായ സ്വാധീനം ഭയന്നാണ് ആരും ഇതൊന്നും നേരിട്ട് പറയാത്തതെന്നും ഏതൊരു പരിഷ്കൃത സമൂഹത്തിലും അടിസ്ഥാനപരമായി വേണ്ട ഒന്നാണ് റൂൾ ഓഫ് ലോ എന്നതും പ്രശാന്ത് തന്റെ കുറിപ്പിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ ജയതിലകന് എതിരെ സത്യം മാത്രം വെളിപ്പെടുത്തിയ താൻ നടപടി നേരിടുന്നു. KM എബ്രാഹിം സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയെ അകാരണമായി അധിക്ഷേപിച്ച് കുറ്റകരമായ കോടതിയലക്ഷ്യം നടത്തിയിട്ടും നടപടിയൊന്നുമില്ല. ഈ ഇരട്ടത്താപ്പിനെയും ചിലർ മാത്രം അധികാരത്തിന്റെ മറവിൽ നിയമത്തിന് അതീതരാവുകയും ചെയ്യുന്നതിന്റെ കാരണം കൂടിയാണ് പ്രശാന്ത് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. എബ്രാഹിം സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും തുടർ വാർത്തകളും വായിക്കുകയായിരുന്നു. മലയാള മാധ്യമങ്ങളിൽ ഒന്നിലും ഇതൊന്നും കണ്ടില്ല. അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. ചില സംശയങ്ങൾ ഉടലെടുത്തു. ഫോറം ഷോപ്പിംഗ്. അനുകൂല വിധി സമ്പാദിക്കാനായി അനുകൂല കാഴ്ചപ്പാടുകളുള്ള ജഡ്ജിയെ തെരഞ്ഞെടുത്ത് അവർക്ക് മുന്നിലായി കേസ് ഫയൽ ചെയ്യുന്ന ഏർപ്പാട്. ഉദാഹരണത്തിന്, ഒരു പത്രത്തിനെതിരെ മാനഹാനി കേസ് ഫയൽ ചെയ്യാൻ അത് അച്ചടിച്ച് വിതരണം ചെയ്ത ഏത് ജില്ലയിലും കേസ് ഫയൽ ചെയ്യാം. അനേകം ജഡ്ജിമാർക്ക് കേസെടുക്കാൻ സാധിക്കുമെങ്കിൽ അനുകൂലമായി വിധിക്കാൻ സാധ്യതയുള്ള ഒരു ജഡ്ജിയെ കണ്ടെത്തി അവിടെ കേസ് ഫയൽ ചെയ്യാനുള്ള അവസരവും സാധ്യതയുമുണ്ട്. ഏറ്റവും സൗകര്യമുള്ള മജിസ്ട്രേറ്റ് കോടതി കൊച്ചിയിലാകാം, കോഴിക്കോടാവാം, കാസർഗോഡാകാം. ഇതാണ് ഫോറം ഷോപ്പിംഗ്. കേരള ഹൈക്കോടതി ഒന്നേ ഉള്ളൂ, കേസ് കൊടുത്തവരല്ല. കേരള ഹൈക്കോടതി രജിസ്ട്രിയാണ് കേസുകൾ ജഡ്ജിമാർക്ക് അലോട്ട് ചെയ്യുന്നത്. 2018 ഫയൽ ചെയ്യപ്പെട്ട 7 വർഷം നീണ്ട കേസ്, 8 ജഡ്ജിമാർ പരിഗണിച്ച കേസ്. അപ്പോഴെങ്ങനെയാണ് ഇത് ഫോറം ഷോപ്പിംഗ് ആവുന്നതെന്ന് മനസ്സിലായില്ല. ഇഷ്ടപ്പെടാത്ത വിധി ഉണ്ടായപ്പോൾ വിധി പ്രസ്താവിച്ച ജഡ്ജിയെ അസഹിഷ്ണുതയോടെ അകാരണമായി ആക്ഷേപിക്കുന്നതായിട്ടാണ് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. ഇത് കോടതിയലക്ഷ്യമല്ലേ? പ്രശാന്ത് ചോദിച്ചു.